നമസ്കാരം, ഞാൻ നൗറ, മലപ്പുറം ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂരിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. സീറോ ഷാഡോ കോൺടെസ്റ്റിൻ്റെ അവസാന ദിനമാണ് ഇന്ന്. ഏപ്രിൽ 11 മുതൽ 22 വരെ നീണ്ടുനിന്ന ഈ ഒരു നിഴലളക്കൽ മത്സരത്തിലെ 12ാം ദിവസമായ ഇന്ന് കാസർഗോഡ് ജില്ലയ്ക്കാണ് സീറോ ഷാഡോ. ഇന്നലെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായാണ് സീറോ ഷാഡോ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ നമുക്ക് 12:16 മുതലായിരുന്നു നട്ടുച്ച. ഇപ്പോൾ സമയം 12:14 ആയിട്ടുണ്ട്. നമ്മുടെ നിഴലിൻ്റെ പൊസിഷൻ നോക്കാം. നിഴൽ ഇപ്പോഴും നോർത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും താരതമ്യേന കുറഞ്ഞ വലിപ്പമുള്ള നിഴലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും നമുക്ക് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ നിഴലാണ് കിട്ടിയത്, 1 സെൻറ്റിമീറ്റർ. അത് 12:19 ഇപ്പോൾ സമയം 12:22. നമ്മൾ മിഡ്നൂണിനോട് അടുക്കുന്നു. ഒരുപക്ഷെ സീറോ ഷാഡോ കിട്ടാൻ സാധ്യതയുള്ളതുപോലെയാണ് നിഴലിൻ്റെ വലിപ്പം കണ്ടിട്ട് തോന്നുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് നിഴലില്ലാതായ ദിവസം ഇതേപോലെ നിഴൽ ചുരുങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നത് എന്തെന്നാൽ നിഴലിൻ്റെ സ്ഥാനം പടിഞ്ഞാറ് നിന്ന് വടക്കോട്ട് മാറിയതേയില്ലായിരുന്നു. എന്നാൽ ഇന്ന് വടക്കോട്ട് നീങ്ങിക്കൊണ്ടാണ് ചെറുതാകുന്നത്. ഏതായാലും എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 12:24 ആയിട്ടുണ്ട്. നിഴൽ പൈപ്പിനോട് വളരെ ചേർന്നാണ് നിൽക്കുന്നത്. അളക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കുഴ നീങ്ങിപ്പോകാനോ മറ്റോ സാധ്യതയുണ്ട്. തൽക്കാലം മാർക്ക് ചെയ്ത് പിന്നീട് അളക്കാം. നിഴൽ ഇനിയും ചുരുങ്ങുകയോ കിഴക്കോട്ട് നീങ്ങുകയോ ചെയ്യുന്നത് വരെ നമുക്കൊരല്പനേരം കൂടി കാത്തിരിക്കാം. 12:24 0.5 സെൻറ്റിമീറ്റർ കിട്ടിയ നിഴൽ ഇപ്പോൾ 12:25 0.4 സെൻറ്റിമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. വളരെ ആകാംക്ഷാജനകമായൊരു കാത്തിരിപ്പ്. ഫോൺ ചൂടായി ഇന്നലത്തെ പോലെ ഹാങ് ആവാതിരുന്നാൽ മതിയായിരുന്നു. നിഴൽ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ദിശ മാറി കിഴക്കോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫോൺ മാത്രമായതിനാൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ ഗൂഗിൾ മീറ്റിൽ നിന്ന് ലെഫ്റ്റായിട്ടാണ് GPS ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത്. തിരിച്ച് മീറ്റിൽ തന്നെ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.